വോട്ടെടുപ്പിൽ 73.26% പോളിംഗ് രേഖപ്പെടുത്തിയതോടെ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രധാന സ്ഥാനാർത്ഥികൾ. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തിരിച്ചടിയാകുമെന്ന ഭയം UDF-നുണ്ട്. PDP പിന്തുണ തിരിച്ചടിയാകുമോ എന്ന ഭീതിയാണ് LDF-ന്. അതേസമയം ശശി തരൂരിനെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ക്ഷണിക്കാത്തതും UDF-ൽ കലഹത്തിന് കാരണമാകുന്നു. വികസന അജണ്ട പ്രചാരണായുധമാക്കിയ NDA ക്യാമ്പും വലിയ പ്രതീക്ഷയിലാണ്. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ഒപ്പം ചേരുന്നു. ശിവദാസ്, വോട്ടെടുപ്പ് കഴിഞ്ഞു, ദിവസങ്ങളുടെ പ്രചാരണം, ഉറക്കമില്ലാത്ത രാത്രികൾ. ഇന്നലെ സ്ഥാനാർത്ഥികളൊക്കെ ഒന്ന് സുഖമായി ഉറങ്ങിക്കാണും. ഇന്നിപ്പോൾ കൂട്ടിക്കിഴിക്കലുകളുടെ ദിവസമാകും അല്ലേ? തീർച്ചയായും കൃഷ്ണരാജ, കഴിഞ്ഞ 3 ആഴ്ചയിൽ ഏറെയായി നീണ്ടുനിന്ന ശക്തമായ പ്രചാരണങ്ങൾക്ക് ഒടുവിൽ ഇന്നലെ വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 74.35% പോളിംഗ് രേഖപ്പെടുത്തി. 2016-നെ അപേക്ഷിച്ച് അല്പം കുറവാണ് ഈ പോളിംഗ് ശതമാനം. എങ്കിലും ഏറെക്കുറെ ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും എല്ലാ സ്ഥാനാർത്ഥികളും മറ്റ് പ്രധാന മുന്നണികളും എല്ലാം തന്നെ കൂട്ടിക്കിഴിക്കലിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം കൃത്യമായി പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സാഹചര്യമാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും നമുക്കറിയാം, ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ 8 തദ്ദേശ സ്ഥാപനങ്ങളാണ് ഉള്ളത്. അതിൽ നിലവിൽ 3 തദ്ദേശ സ്ഥാപനങ്ങൾ LDF-നൊപ്പവും 5 എണ്ണം UDF-നൊപ്പവുമാണ് ഉള്ളത്. നേരത്തെ ഇത് 4-4 എന്ന അനുപാതത്തിലാണ് ഉണ്ടായിരുന്നത്. പിന്നീട് 2 മാസങ്ങൾക്ക് മുമ്പ് ചുങ്കത്തറ പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് അത് പിന്നീട് UDF-ന്റെ ഭാഗമായി മാറി. LDF-ന്റെ കൂടെ ആയിരുന്നു 20 സീറ്റുകളിൽ 10 സീറ്റ് LDF-നും 10 സീറ്റ് UDF-നും ആണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഒരാളെ മറുകണ്ഠത്തിലേക്ക് ചാടിച്ച് പിന്നീട് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് UDF ഇത് പിടിച്ചെടുക്കുകയായിരുന്നു. അപ്പോൾ നിലമ്പൂരിനെ സംബന്ധിച്ച് ഏറെക്കുറെ തുല്യത പാലിക്കുന്നു ഇരു മുന്നണികളും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിലമ്പൂരിൽ ഇടതുപക്ഷത്തിനും അതോടൊപ്പം തന്നെ വലതുപക്ഷത്തിനും ഒരേപോലെ സ്വാധീനമുള്ള ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി പ്രവചിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ ഇവിടെ ഉള്ളത്. അടിയൊഴുക്കുകൾ നന്നായി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതോടൊപ്പം തന്നെ NDA പിടിക്കുന്ന വോട്ടുകൾ ഏറെ നിർണായകമാകും. അതോടൊപ്പം PV അൻവർ ഇവിടെ മത്സര രംഗത്തുണ്ട്. PV അൻവർ പിടിക്കുന്ന വോട്ടുകളും നിർണായകമാകും. UDF കണക്ക് കൂട്ടുന്നത് 7 പഞ്ചായത്തുകളിൽ അവർക്ക് ലീഡുണ്ടാകും എന്നുള്ളതാണ്. അമരമ്പലം ഒഴിച്ച് മറ്റുള്ള 7 തദ്ദേശ സ്ഥാപനങ്ങളിൽ, നിലമ്പൂർ മുനിസിപ്പാലിറ്റി അടക്കമുള്ള മറ്റ് ഈ 7 ഇടങ്ങളിൽ UDF-ന് മേധാവിത്വം ഉണ്ടാകും എന്നുള്ളൊരു കണക്ക് കൂട്ടലിലാണ് UDF ക്യാമ്പ് ഉള്ളത്. അതേസമയം LDF ഇത്തരത്തിലുള്ള താഴെ തട്ടിലുള്ള ഈ പഞ്ചായത്തുകളിലെ കണക്കുകൾ പൂർണ്ണമായും എടുത്തിട്ടില്ല. എങ്കിലും അവർ നിലമ്പൂർ നഗരസഭ അടക്കം മറ്റ് ഇതുകൂടാതെ മറ്റ് 3 പഞ്ചായത്ത്, പോത്തുകല്ലും അമരമ്പലവും അടക്കം കരുളായും അടക്കമുള്ള ഈ 3 പഞ്ചായത്തിലും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും വ്യക്തമായ ലീഡ് ഉണ്ടാകും എന്നുള്ള ഒരു കണക്ക് കൂട്ടലിലാണ് LDF ഉള്ളത്. LDF ക്യാമ്പിൽ ഏകദേശം ഒരു 3000-ന് അടുത്ത് ഭൂരിപക്ഷം ഉണ്ടാകും എന്നുള്ള ഒരു കണക്ക് കൂട്ടലിലാണ് LDF ക്യാമ്പുള്ളത്. അതേസമയം UDF ഏകദേശം 5000-ഓളം ഭൂരിപക്ഷം ലഭിക്കും എന്ന ഒരു കണക്കുകൂട്ടലിലാണ് UDF ക്യാമ്പുള്ളത്. NDA ക്യാമ്പും ഇത്തരത്തിൽ തന്നെ ശക്തമായൊരു അടിത്തറ NDAക്ക് ഈ അടുത്ത ഘട്ടങ്ങളിലായി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലയോര മേഖലയിലെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് NDA ക്യാമ്പിൽ ഇത്തവണ മത്സര രംഗത്ത് ഉണ്ടായിരുന്നത്, അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം വോട്ട് മികച്ച രീതിയിൽ തന്നെ വർദ്ധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ NDA ക്യാമ്പുണ്ട്. കൃത്യമായി തന്നെ ഓരോ പഞ്ചായത്തുകളിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി NDAക്ക് BJP വലിയ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിലെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്നതിൽ കൃത്യമായൊരു സ്വാധീനവും ജനപിന്തുണയും BJP ക്യാമ്പിന് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം തന്നെ കൃത്യമായി അനുകൂലമാകും എന്നൊരു പ്രതീക്ഷയിലാണ് NDA ക്യാമ്പ് ഉള്ളത്. മറുഭാഗത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ PV അൻവർ, നേരത്തെ PV അൻവർ 75,000-ൽ കൂടുതൽ വോട്ട് തനിക്ക് ലഭിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഈ വോട്ടെടുപ്പിന് ശേഷം അവർ കണക്ക് കൂട്ടുന്നത് ഏകദേശം 15,000-ന് അടുത്ത് വോട്ട് ലഭിക്കും. 12,000-നും 15,000-നും അടുത്ത് വോട്ട് ലഭിക്കും എന്ന ഒരു കണക്കുകൂട്ടലിലാണ് അവർ ഉള്ളത്. അതോടൊപ്പം തന്നെ STPI-യും ഇവിടെ മത്സരിച്ചിട്ടുണ്ട്. 5,000-നടുത്ത് വോട്ട് ലഭിക്കും എന്ന കണക്കുകൂട്ടലിലാണ് STPI ഉള്ളത്. നേരത്തെ 4,753 വോട്ടുകൾ കഴിഞ്ഞ 2016-ലൊക്കെ മത്സരിച്ച സമയത്ത് അവർക്ക് ലഭിച്ചിരുന്നു. ഇങ്ങനെയുള്ള ഒരു കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയും താഴെ തട്ടിലുള്ള പഞ്ചായത്ത് തല കണക്കുകളെല്ലാം തന്നെ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ മുന്നണികളും. എന്തായാലും നിലമ്പൂരിനെ സംബന്ധിച്ച് വലിയ അടിയൊഴുക്കുകൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം. 1967 ഇവിടെ കുഞ്ഞാലി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി വിജയിച്ചു. അതിനുശേഷം തൊട്ടപ്പുറത്ത് അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് അദ്ദേഹം വെടിയേറ്റ് മരിച്ച ഒരു സംഭവം ഉണ്ടായി. ആ സമയത്ത് ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു പ്രതി ചേർക്കപ്പെട്ടത്. പിന്നീട് അദ്ദേഹം 8 മാസത്തോളം ജയിലിൽ കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹം ഇടത് സ്ഥാനാർത്ഥിയായി ഇടതിൻ്റെ കൂടെ നിന്ന് മത്സരിച്ചു എന്നൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് ആര്യാടൻ മുഹമ്മദ് ജയിച്ചു. പിന്നീട് TK ഹംസ ഇവിടെ ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇടതിനോടും വലതിനോടും മാറി മാറിയുള്ള ഒരു ചായ്വ് കാണിച്ച ഒരു മണ്ഡലം കൂടിയാണ് ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലം. 1987 ശേഷം 2016 വരെ, അതായത് 6 തവണ തുടർച്ചയായി അന്ന് കോൺഗ്രസ് നേതാവായിരുന്ന ആര്യാടൻ മുഹമ്മദ് ഇവിടെ വിജയിച്ചിട്ടുണ്ട്. തുടർച്ചയായി 6 തവണ അദ്ദേഹം MLA ആയി, പിന്നീട് കേരള മന്ത്രി വരെ അദ്ദേഹം ആയിരുന്നു. അങ്ങനെ തുടർച്ചയായി 6 തവണ വലത് ക്യാമ്പിനെ കോൺഗ്രസിനെ സഹായിച്ച ഒരു മണ്ഡലം കൂടിയാണ്, കോൺഗ്രസിന് പിന്തുണ നൽകിയ ഒരു മണ്ഡലം കൂടിയാണ്. പിന്നീട് 2011 ഇവിടെ 2011 ആര്യാടൻ വിജയിച്ചു. അതിനുശേഷം 2016 നടന്ന തിരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്താണ് ഇവിടെ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് മത്സരിച്ചത്. അന്ന് PV അൻവർ ഇടത് സ്വതന്ത്രനായി മത്സരിച്ചു. ഇടത് CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ടായിരുന്നില്ല, അന്ന് സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്. LDF-ന്റെ പിന്തുണയോടുകൂടി PV അൻവർ മത്സരിച്ചു. അന്ന് 11,500-ൽ കൂടുതൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് PV അൻവർ അന്ന് വിജയിച്ചത്. അന്ന് ആര്യാടൻ ഷൗക്കത്ത് അത്തരത്തിൽ 11,000-ലേറെ വോട്ടുകൾക്ക് അന്ന് പരാജയപ്പെട്ടു. ഇപ്പോൾ വീണ്ടും ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുമ്പോൾ നിരവധി പ്രശ്നങ്ങൾ UDF ക്യാമ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വലിയ ഒരു തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ള ഒരു പേടി അവർക്കുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുമ്പോൾ പാർട്ടിക്കുള്ളിലുള്ള ആഭ്യന്തര കലഹം അതിരൂക്ഷമാണ്. കാരണം 2021 VV പ്രകാശ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സമയത്ത് ആര്യാടൻ ഷൗക്കത്തിന്റെ ഭാഗത്തുള്ള ആളുകൾ പാലം വലിച്ചിരുന്നു എന്നൊരു ആരോപണം ആ സമയത്ത് റിസൾട്ട് വന്ന ആ സമയത്ത് ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ തന്നെ കോൺഗ്രസിനുള്ളിൽ ഇത് ഒരു പൊട്ടിത്തെറിയിലേക്ക് വരെ 2021 എത്തിച്ചിരുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയാം. കാരണം ആ സമയങ്ങളിലെല്ലാം തന്നെ അത് വലിയ ചർച്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചരടുവലി മറുഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നുള്ളൊരു പേടി അവർക്കുണ്ട്. തിരഞ്ഞെടുപ്പ് സമയത്തെല്ലാം തന്നെ ഇത്തരത്തിലുള്ള കൃത്യമായ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു വിഭാഗീയത ശക്തമായി തന്നെ നിലനിന്നിരുന്നു. അതോടൊപ്പം തന്നെ ശശി തരൂരിനെ അവർ ക്ഷണിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കോൺഗ്രസിനുള്ളിൽ, ആഭ്യന്തരമായ ഒരുപാട് പ്രശ്നങ്ങൾ കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്നുണ്ട്. അത് ഒരു തരത്തിൽ അവർക്ക് വലിയ തിരിച്ചടിയാകും എന്നുള്ള ഒരു പേടിയും ഭയവും എല്ലാം ഉണ്ട് അവർക്ക്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് കൃത്യമായി ഒരു സജീവമായി ഈ രംഗത്ത്, തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഉണ്ടായിരുന്നില്ല. ചില നേതാക്കളെല്ലാം തന്നെ പല ഘട്ടങ്ങളിലും ഇവിടെ പ്രചാരണത്തിന് വന്നിട്ടുണ്ട്. എങ്കിൽ പോലും പാണക്കാട് കുടുംബത്തിന്റെ കൃത്യമായ ഒരു പിന്തുണ ഈ ഒരു തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അവർക്ക് ഇല്ല എന്നത് വസ്തുത തന്നെയാണ്. ഒരു തരത്തിൽ മികച്ച പോളിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. 74% പോളിംഗ് രേഖപ്പെടുത്തി. അത് ഒരുപക്ഷെ മുന്നണികളുടെ ആത്മവിശ്വാസവും ആശങ്കയും വർദ്ധിപ്പിക്കുന്നുണ്ട്. അടിയൊഴുക്കുകൾ നടന്നിട്ടുണ്ടോ എന്നതടക്കം വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കന്മാൻ.